കാര്യം കൂടിയുണ്ട്. കേണൽ ഡിന്നി കൂടി നമുക്കൊപ്പം ചേരുന്നു. കേണൽ ഡിന്നി, നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈ സ്ഫോടന പരമ്പരകൾ മലയാളികൾ ചർച്ച ചെയ്യുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? മൊസാദിന്റെ വലിയ നീക്കങ്ങൾ എന്നതൊക്കെയാണ് ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിർണായകമാവുന്നത് ഈ പേജർ കൈമാറ്റത്തിൽ ഇടനിലനിന്ന ഒരു കമ്പനി, അത് മലയാളിയുടേതാണ്, അതൊരു ഷെൽ കമ്പനി ആയിരുന്നു തുടങ്ങിയ ആക്ഷേപമാണ്. എത്രമാത്രം ഞെട്ടിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ഒരു ഇങ്ങനെ നമ്മളെ ഭാരതീയ അതും മലയാളി അതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റ് എന്നുള്ള നിലയിൽ വരുന്നത് തീർച്ചയായിട്ടും ഒരു ആശങ്കയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരു പെർസ്പെക്ടീവിൽ നോക്കുകയാണെങ്കിൽ ഈ ഇസ്രായേലി ഫോഴ്സസ് അല്ലെങ്കിൽ മൊസാദ് അവർ ഈ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ഇപ്പൊ ഇന്നലെ ഒക്കെ ചിലർ പറയുന്നത് കേട്ടു, ഹിസ്ബുള്ളയുടെ പൈസ ഉപയോഗിച്ച് ഹിസ്ബുള്ളയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് ബ്ലാസ്റ്റ് നടത്താൻ ശേഷിയുള്ള ഒരു സംഘടനയാണ് മൊസാദ് എന്നുള്ളത്. അതായത് ഈ ഷെൽ കമ്പനീസിലൂടെ ഒരു ഫേക്ക് ആയിട്ടുള്ള രീതിയിലേക്കുള്ള കമ്പനീസ് തന്നെ സൃഷ്ടിച്ച് അവരിന്ന് ഓർഡർ ലഭിച്ച് അതിൽ നിന്ന് പേജർ നിർമ്മിക്കാനും അതിനകത്ത് ഒരു ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഈ എക്സ്പ്ലോസീവ്സ് ചെയ്യാനും ഉള്ള ശേഷി മൊസാദ് കാണിച്ചു. അപ്പൊ അതിനകത്ത് വരുന്ന സപ്ലൈ ചെയ്യാനാലും ശരി, മറ്റ് ആളുകളൊക്കെ ആയിരിക്കും ആലോചിച്ച് അവർ അറിഞ്ഞോ അറിയാതെയോ, കൂടുതലും അറിയാതെ വരാനുള്ള ചാൻസ് ആണ്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഓപ്പറേഷന്റെ ഇന്റലിജൻസ് ലീക്ക് ആവും എന്നുള്ളൊരു സംശയം ഉണ്ടായതുകൊണ്ട് ഈ ആളുകളെല്ലാം, ഇൻക്ലൂഡിങ് എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കറിയത്തില്ല, പക്ഷെ റിൻസൺ ജോൺസ് എന്നുള്ള ആളുകൾ പോലും ഇത് അറിയാതെ ആയിരിക്കും ചിലപ്പോൾ അവരൊക്കെ ഇതിന്റെ ഭാഗമാവുന്നത്. കാരണം അത്ര നല്ല രീതിയിലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിവ് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഓപ്പറേഷന്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പം എനിക്കൊന്ന് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് ആരൊക്കെ ഇതിനകത്ത് അറിഞ്ഞോ അറിയാതെ ഇതിനകത്ത് ഇൻവോൾവ് ആയെന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഇതിനകത്ത് കാണുന്നത് ഇതിനകത്ത് മൊസാദിന്റെ അല്ലെങ്കിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസിന്റെ ആ പ്ലാനിങ്ങിനെയാണ്. അവരെങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ തലത്തിൽ ഈ ഇത്രയും ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ബാക്ക് എൻഡ് കാര്യങ്ങൾ എത്ര എക്സ്പേർട്ട് രീതിയിലാണ് അവർ ചെയ്ത് എന്നുള്ള ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഇപ്പൊ നമ്മുടെ മലയാളിയായിട്ടുള്ള ഇദ്ദേഹത്തിനെയും അതിനകത്ത് അതിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറം ലെവലിൽ അവർ പ്ലാൻ ചെയ്തു അതിനെ എക്സിക്യൂട്ട് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, കേണൽ ഡിനി, നമുക്കൊരു പക്ഷേ ഈ റിൻസൺ ജോസിനെ നേരിട്ട് തെറ്റുകാരനെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ പങ്കുണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ വയ്യ. കാരണം ഒരു ബിസിനസ് ഇടപാടായിരിക്കും, അതിന് പിന്നിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല, അതിൽ വ്യക്തത ഉണ്ടാവട്ടെ. അതിനുമപ്പുറം മുൻകാലങ്ങളിൽ ഇത്തരം സമാന കേസുകളിൽ ഇന്ത്യൻ പൗരത്വമുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ ഒരു വ്യക്തി വിദേശത്ത് ഇത്തരം കേസുകളിൽ പെടുമ്പോൾ നമ്മുടെ നയതന്ത്ര തലത്തിൽ നടക്കാൻ പോകുന്ന തുടർ നീക്കങ്ങൾ അതെങ്ങനെയായിരിക്കും? നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഈ നിരീക്ഷണത്തിലേക്കും ഇതിന്റെ അന്വേഷണത്തിലേക്കും കടന്നിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ആരെങ്കിലും ഒരാള് ഇതേപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ ഏജൻസീസ് ഓൾറെഡി ഇൻവോൾവ് ആവും. അത് എന്റെ ഒരു അസസ്മെന്റിൽ ഇവര് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ചൊക്കെ നേരത്തെ ഒരു ഐഡിയ കിട്ടും. ബിക്കോസ് ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഇന്റലിജൻസ് ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മറ്റ് പല സംഘടനകളും അവരുടെ ഇന്റലിജൻസ്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പർവേസ് മുഷറഫിനെ അസാസിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഇൻഫർമേഷൻ കൊടുത്തത് ഇന്ത്യയുടെ റോ ആയിരുന്നു. ഇന്ത്യയുടെ റോ ആണ് മുഷറഫിന്റെ അന്ന് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അസാസിനേഷൻ നടക്കും എന്നുള്ള ഇന്റലിജൻസ് കൊടുത്തു. അപ്പൊ ഈ ഇന്റലിജൻസ് തലത്തിലുള്ള ഒരു ഇന്റലിജൻസ് ഷെയറിംഗ് എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഇപ്പൊ ഭാരതമായിട്ട് നിൽക്കുന്ന ഏജൻസീസ് ആണെങ്കിൽ അവർ ഭാരതത്തിന്റെ ഏതെങ്കിലും ഒരു പൗരൻ ഏതെങ്കിലും രീതിയിൽ ഇൻവോൾവ് ആണോ, ഒന്നീ അവരുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്റലിജൻസ് ഷെയറിംഗ് വരും. ആ ഇന്റലിജൻസ് ഷെയറിംഗിന്റെ ബേസിസിൽ നമ്മളെ ഏജൻസീസ് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഭാരതത്തിൽ അവരുടെ എല്ലാ വേരുകളും അവരുടെ എല്ലാ ഇൻവോൾവ്മെന്റും അതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പാരലായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട്, ഫോർ എക്സാമ്പിൾ ഒരാള് അറിയാതാണ് അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ അവിടുന്ന് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളതും നിയമപരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു മെക്കാനിസമും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ടായി കാണും. പലരും നമ്മളെ മുൻപിൽ വരാൻ ന്യൂസിൽ അല്ലെങ്കിൽ പുറത്തു വരത്തില്ല, പക്ഷെ ബാക്ക് ഡോറിലൂടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മലയാളി എന്നതിനപ്പുറം ഒരു ഇന്ത്യക്കാരൻ ഇതിൽ വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ അത്ര ജാഗരൂകമായി നിൽക്കും. അങ്ങ് അല്പം കൂടി തുടരണമെന്ന് കരുതുന്നു. ചില പുതിയ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ആരാ